നമസ്കാരം. എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കുട്ടി തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയും വളർത്തു ഗുണമെന്നോ കുട്ടിയുടെ മാതാപിതാക്കൾ ശരിയല്ലാത്തതുകൊണ്ടോ എന്ന് പറയും. ഒരു സമൂഹം തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആരെയാണ് കുറ്റം പറയുന്നത്? ആ നാട്ടിലെ പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, MLA, MP, മിനിസ്റ്റേഴ്സ് എന്നീ എല്ലാവരും അതിന് കാരണക്കാരാണ്. ഞാൻ മിസ്റ്റർ സുരേഷ് ഗോപി, തൃശ്ശൂരിലെ MP ആണ്. മിസ്റ്റർ സുരേഷ് ഗോപിയോട് ചോദിക്കുന്നു, താങ്കൾ എലക്ഷൻ കഴിഞ്ഞ പിന്നിൽ എലക്ഷൻ പ്രചരണത്തിന് വന്ന സ്ഥലങ്ങളിൽ താങ്കൾ പിന്നീട് വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? എന്തുകൊണ്ട് താങ്കൾ വിസിറ്റ് ചെയ്തിട്ടില്ല? ക്വസ്റ്റ്യൻ നമ്പർ 1. സാധാ ഒരു പഞ്ചായത്തിൽ കിടക്കുന്ന അംഗത്തിൻ്റെ പ്രശ്നങ്ങൾ താങ്കൾ എങ്ങനെ അറിയുന്നു? അതിനൊരു സംവിധാനം വേണം. എങ്ങനെയാണ് അതിന് സംവിധാനം വേണ്ടതെന്ന് ഞാൻ എന്തുകൊണ്ട് സുരേഷ് ഗോപിയെ ടാഗ് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഇത് മനസ്സിലാക്കാൻ സുരേഷ് ഗോപി കുറച്ചും കൂടി നല്ലതാണ് എന്നൊരു ചിന്തയാണ്. ടെക്നോളജി ഏറ്റവും നന്നായി യൂസ് ചെയ്യണത് സുരേഷ് ഗോപി ആയതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം ഞാൻ മിസ്റ്റർ സുരേഷ് ഗോപിയെ ടാഗ് ചെയ്യുന്നത്. സുരേഷ് ഗോപി, എൻ്റെ ചോദ്യം, താങ്കൾക്ക് എന്തുകൊണ്ട് മാസത്തിൽ 1-2 തവണ താങ്കളുടെ തൃശ്ശൂരുള്ള MLA-മാരായിട്ട് ഒരു ഓൺലൈൻ മീറ്റിംഗ് നടത്തിക്കൂടാ? ആ MLA-മാർക്ക് എന്തുകൊണ്ട് ജില്ലാ അടിസ്ഥാനത്തിൽ ഒരു മീറ്റിംഗ് നടത്തിക്കൂടാ? ജില്ലാ അടിസ്ഥാനത്തിലുള്ളവർ എന്തുകൊണ്ട് പഞ്ചായത്തിലുള്ളവരായിട്ടൊരു മീറ്റിംഗ് നടത്തിക്കൂടാ? പഞ്ചായത്തിലുള്ളവർ പഞ്ചായത്ത് മെമ്പറായിട്ടും പഞ്ചായത്ത് മെമ്പറുള്ളവർ അവരുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ട് ജനങ്ങളിൽ നിന്നും നേരിട്ട് പരാതി ഏറ്റുവാങ്ങിക്കൂടാ? പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ആ കംപ്ലൈൻറ്റ് പറയുകയും പഞ്ചായത്ത് പ്രസിഡന്റ് അത് ജില്ലയിലേക്കും, ജില്ലയിൽ നിന്ന് അത് MLA-യിലേക്കും, MLA-യിൽ നിന്ന് അത് MP-യിലേക്കും, MP-യിൽ നിന്ന് അത് മിനിസ്റ്ററിലേക്കും, മിനിസ്റ്ററിൽ നിന്ന് അത് പ്രൈം മിനിസ്റ്ററിലേക്കും, പ്രൈം മിനിസ്റ്ററിൽ നിന്ന് നമുക്ക് സൊല്യൂഷൻ കിട്ടിക്കൂടെ? എന്തുകൊണ്ട് മിസ്റ്റർ സുരേഷ് ഗോപി താങ്കൾ ഇതിന് മുൻകൈ എടുക്കുന്നില്ല? കാരണം ഒരു സാധാരണ ഒരു പൗരന് താങ്കളിൽ റീച്ച് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. താങ്കൾ ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നു, താങ്കൾ മിനിസ്റ്ററാണ്. അപ്പോൾ എന്തുകൊണ്ട് ഒരു താഴെ തട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗ് സംവിധാനം താങ്കൾക്ക് നടത്തിക്കൂടാ? എൻ്റെ ചോദ്യം ഇതാണ്. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നു എന്ന് കരുതുക. നമ്മൾ പല വാഗ്ദാനങ്ങൾ ഇലക്ഷൻ സമയത്ത് കൊടുത്തിട്ടുണ്ടാകാം. പക്ഷെ എല്ലാം ചെയ്യാൻ ഈ ലോകത്ത് ആർക്കും സാധിക്കില്ല. പക്ഷേ ചെറിയ പ്രശ്നങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ശ്രീ ഉമ്മൻചാണ്ടി ചീഫ് മിനിസ്റ്ററായ സമയത്ത് എത്ര പ്രശ്നങ്ങൾ തീർത്തിരിക്കുന്നു. അദ്ദേഹം നേരിട്ട് പോയിട്ടാണ് നടത്തിയിട്ടുള്ളത്. അതുപോലെ നടത്തുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ കാലം മാറി, ടെക്നോളജി ഉണ്ട്, ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ പഞ്ചായത്ത് മെമ്പറിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റിലേക്കും, പഞ്ചായത്ത് പ്രസിഡന്റിന് നടത്താൻ പറ്റാത്തത് MLA-യിലേക്കും അല്ലെങ്കിൽ ജില്ലയിലേക്കും, ജില്ലയിൽ നിന്ന് MLA-യിലേക്കും, MLA-യിൽ നിന്ന് അത് MP-യിലേക്കും എത്തി. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ തീർത്തുകൂടാ? താങ്കൾ പറയൂ. താങ്കൾ മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കണം, ഈ നാട്ടുകാർ യോജിക്കണം. അങ്ങനെ നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ തീരണം. എത്ര പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഏതാണ് ഈ ഇലക്ഷൻ സമയത്ത് മാത്രമേ MP-യെ കാണുന്നുള്ളൂ, ഇലക്ഷൻ സമയത്ത് മാത്രമേ MLA-യെ കാണുന്നുള്ളൂ, ഇലക്ഷൻ സമയത്ത് മാത്രമേ പൊളിറ്റീഷ്യനെ കാണുന്നുള്ളൂ എന്നൊരു കംപ്ലൈൻറ്റ് നമുക്ക് തീർത്തൂടെ? ഇങ്ങനെ താഴെത്തട്ടിൽ നിന്ന് നമ്മൾ നടന്നാൽ താഴെത്തട്ടിൽ നിന്ന് മുകളിലേക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു MP-യെ റീച്ച് ചെയ്യുക എന്നത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മന്ത്രിയെ റീച്ച് ചെയ്യുക എന്നത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. നേരെ മറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പഞ്ചായത്ത് മെമ്പർ റീച്ച് ചെയ്യുക എന്നതും വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ട് എല്ലാ പഞ്ചായത്ത് മെമ്പറും ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തുകൂടാ? നമ്മളിൽ വരുന്ന കംപ്ലൈൻറ്റുകൾ എന്തുകൊണ്ട് പഞ്ചായത്ത് മെമ്പർ വീക്ക്ലി അടിസ്ഥാനത്തിൽ കേട്ടുകൂടാ? എല്ലാ പഞ്ചായത്തുകളിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്.
റോഡ് പ്രശ്നങ്ങളുണ്ട്, സ്ട്രീറ്റ് ലൈറ്റ് കത്താത്ത പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ട് പഞ്ചായത്ത് മെമ്പർ ഇലക്ഷന് ശേഷം അത് കേൾക്കാൻ വരുന്നില്ല? അങ്ങനെ പഞ്ചായത്ത് മെമ്പറിൽ നിന്ന് MP വരെ നമുക്ക് നേരിട്ട് റീച്ച് ചെയ്യാം. ശ്രീ സുരേഷ് ഗോപി മിനിസ്റ്റർ ആയതുകൊണ്ടാണ് ഞാൻ സുരേഷ് ഗോപിയെ മെൻഷൻ ചെയ്യുന്നതും. സുരേഷ് ഗോപിക്ക് അപ്പോൾ പ്രൈം മിനിസ്റ്ററായിട്ടും നേരിട്ട് പ്രശ്നങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് സുരേഷ് ഗോപിയുടെ അടുത്തെത്തുന്നവരെ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുക. ഈ പ്രശ്നം സോൾവ് ആക്കുക. ഈ സമൂഹം നമുക്ക് പ്രാന്താലയം നിന്ന് കേരളം ഒരു കോഡ് സോൺ കൺട്രി ആക്കാം. കേരളത്തിലെ മാതാപിതാക്കളുടെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാം. ഒരു വാർഡ് നന്നായി കഴിഞ്ഞാൽ ആ പഞ്ചായത്ത് നന്നാകും. ആ പഞ്ചായത്ത് നന്നായി കഴിഞ്ഞാൽ ആ സംസ്ഥാനം നന്നാക്കാം. ആ സംസ്ഥാനം നന്നായി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയെ നന്നാക്കാം. ഇന്ത്യയുടെ പ്രശ്നങ്ങൾ തീർക്കാം. നിങ്ങൾ ചിന്തിക്കൂ, ചിന്തിച്ചിട്ട് പറയുക.